വിശദമായി നോക്കാം. SFI അഖിലേന്ത്യാ കമ്മിറ്റിക്ക് പുതിയ ഭാരവാഹികൾ. കൊല്ലം സ്വദേശി ആദർശം സജിയാണ് ദേശീയ പ്രസിഡന്റ്. ബംഗാൾ സ്വദേശി ശ്രീജൻ ഭട്ടാചാര്യയാണ് ജനറൽ സെക്രട്ടറി. കോഴിക്കോട് ചേർന്ന അഖിലേന്ത്യാ സമ്മേളനമാണ് ഭാരവാഹികളെ തെരഞ്ഞെടുത്തത്. സമ്മേളനത്തിൽ 38 പ്രമേയങ്ങൾ അംഗീകരിച്ചെന്നും കാവ്യവൽക്കരണത്തിനെതിരെ പോരാട്ടം തുടരുമെന്നും നേതാക്കൾ പറഞ്ഞു. SFIയുടെ 18ാമത് അഖിലേന്ത്യാ സമ്മേളനം 87 പേരടങ്ങുന്ന ഒരു കേന്ദ്ര കമ്മിറ്റിയാണ് നിലവിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത്. സമ്മേളനത്തിൻ്റെ ഭാഗമായി വിവിധ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 38 പ്രമേയങ്ങളാണ് സമ്മേളനം അംഗീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ സമ്മേളനം രാജ്യത്തെ വരുംകാല പോരാട്ടത്തിൽ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനും കച്ചവടവൽക്കരിക്കാനും വർഗീയവൽക്കരിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന BJPയുടെ ഈ ഭരണകൂടത്തിനെതിരായിട്ടുള്ള വലിയ സമര പോരാട്ടങ്ങളുടെ പ്രഖ്യാപനമായി ഈ സമ്മേളനം മാറും. കൂടുതൽ വിവരങ്ങൾ ഷബീർ അമർ നൽകും. ഷബീർ, ആരൊക്കെയാണ് പുതുതായി ഭാരവാഹി സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത്? ദിവ്യ, 27-ാം തീയതി മുതൽ കോഴിക്കോട് നടക്കുന്ന SFIയുടെ അഖിലേന്ത്യാ സമ്മേളനമാണ് SFIയുടെ പുതിയ അഖിലേന്ത്യാ ഭാരവാഹികളെ തെരഞ്ഞെടുത്തത്. 87 അംഗ കേന്ദ്ര എക്സിക്യൂട്ടീവാണ് ആകെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് 20 അംഗ സെക്രട്ടേറിയറ്റിനെയും തെരഞ്ഞെടുത്തു. കേരളത്തിൽ നിന്നുള്ള ആദർശം സജിയാണ് പുതിയ ദേശീയ പ്രസിഡന്റ്. പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ശ്രീജൻ ഭട്ടാചാര്യയെ ജനറൽ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തിട്ടുണ്ട്. കേന്ദ്ര സെക്രട്ടേറിയറ്റ് 20 അംഗം തെരഞ്ഞെടുത്തുവെങ്കിലും 2 പേരുടെ ഒഴിവ് കേന്ദ്ര സെക്രട്ടേറിയറ്റിലുണ്ട്. ഒപ്പം തന്നെ കേന്ദ്ര എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ 87 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ 8 പേരുടെയും ഒഴിവുണ്ട് എന്നാണ് SFI നേതാക്കൾ പറഞ്ഞത്. നേരത്തെ ഉണ്ടായിരുന്ന ഭാരവാഹികൾ, അതായത് 3 ടേം പൂർത്തിയാക്കിയ മുൻ ദേശീയ പ്രസിഡന്റ് VP സാനു, മലയാളിയായ VP സാനു, ഒപ്പം തന്നെ ജനറൽ സെക്രട്ടറി മയൂഖ് ബിശ്വാസ് എന്നിവർ സ്ഥാനമൊഴിഞ്ഞു. ഈ കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ തന്നെ കേരളത്തിൽ നിന്ന് 10 പേരെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. മലയാളികൾ ഉൾപ്പെടെയുള്ളവർ, വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ ജോയിന്റ് സെക്രട്ടറിമാരടക്കം തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. കൊല്ലം ചാത്തന്നൂർ സ്വദേശിയാണ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആദർശൻ സജി. SFIയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്, സ്ഥാനം വഹിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ശ്രീജൻ ഭട്ടാചാര്യ ബംഗാളിൽ നിന്നുള്ളയാളാണ്. ചരിത്രത്തിൽ ബിരുദാനന്തര ബിരുദധാരിയാണ്. ആ നിലയ്ക്ക് ഈ SFIയുടെ നിരവധി സമര പോരാട്ടങ്ങളുടെ ഭാഗമായി അതിന്റെ മുഖമായി നിന്നിരുന്ന ആളാണ് ബംഗാൾ സ്വദേശിയായിട്ടുള്ള ശ്രീജൻ ഭട്ടാചാര്യ. വരും കാലത്തും ദേശീയ വിദ്യാഭ്യാസ നയം ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാർ നയങ്ങളെ എതിർത്ത് മുന്നോട്ട് പോകുമെന്ന് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. കോഴിക്കോട് ചേർന്ന അഖിലേന്ത്യാ സമ്മേളനത്തിലാണ്